സംസ്ഥാന സർക്കാരിനെയും കോഴിക്കോട് വയനാട് ജില്ലകളിലെ ജനങ്ങളെയും സംബന്ധിച്ച് സ്വപ്ന പദ്ധതിയാണ്. താമരശ്ശേരി ചുരത്തിൽ ബ്ലോക്കായ സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എത്രത്തോളം പ്രയാസമാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്നത്. ഇതിനൊക്കെയുള്ളൊരു പരിഹാരമായാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കാൻ പോകുന്നത്. വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രി ഈ പാതയുടെ സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുക. 2134 കോടി രൂപ ചിലവിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. 8.11 കിലോമീറ്റർ തുരങ്കത്തിൻ്റെ ദൈർഘ്യമാണ്. ആനക്കാംപൊയിൽ എന്നാണ് പേരെങ്കിലും കൃത്യമായി ഈ പാതയുടെ തുടക്കം മറിപ്പുഴയിൽ വെച്ചാണ്. എന്തായാലും ഈ പദ്ധതിക്കായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളിൽ അവരുടെ പ്രതിനിധികളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ മലയോര മേഖലയുടെ വലിയൊരു ചിരകാല സ്വപ്നമാണ് ഇവിടെ പൂവണിയുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാവനാപൂർണമായ കാഴ്ചപ്പാടുകൾ ഇച്ഛാശക്തിയോടെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾ കാണുന്നത്. കാരണം കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത് ഒരു ബദൽ പാത എന്നുള്ള സ്വപ്നം അത് തുരങ്കപാതയിലേക്ക് വന്നു. അത് ഇവിടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ മലയോര മേഖലയാകെ വലിയ ആഹ്ലാദ തിമിർപ്പിലാണ്. വളരെയധികം ഗുണകരമാകും. നാടിൻ്റെ വികസനത്തിനൊപ്പം ഈ ചുരത്തിലെ ബ്ലോക്കുകൾ വയനാടുകാർക്ക് ഇതിനെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉപകാരങ്ങളുണ്ടാകും. കാരണം ആശുപത്രിയിലേക്ക് സീരിയസ് രോഗികളായിട്ട് വരുന്നിടത്തൊക്കെ 2-3 മണിക്കൂറുകൾ ബ്ലോക്കായി ആ രോഗികൾ തന്നെ മരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇത് ഒരു രക്ഷയുള്ള മാർഗമായി ഞങ്ങൾ കണക്കാക്കുകയാണിത്. വയനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വലിയ തോതിൽ സമയം കുറയുമെന്ന് മാത്രമല്ല, ഇന്ന് നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥയ്ക്കൊരു മാറ്റവും വലിയ തോതിലുണ്ടാകും. ഇന്നത്തെ വയനാടൻ യാത്ര പൊതുവെ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ്. വലിയ തോതിലുള്ള മഴയോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ചുരം തടസ്സപ്പെടുന്നു. അതുപോലെ സമയത്തിൻ്റെ ഒരു പ്രശ്നവും മറ്റു കാര്യങ്ങളുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള ട്രാഫിക് ബ്ലോക്കും പ്രശ്നങ്ങളും എല്ലാം നിലവിലുള്ള ഗതാഗത സംവിധാനത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം വലിയ പരിഹാരമാകും എന്ന് തന്നെയാണ് ആളുകൾ കാണുന്നത്. പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവിടെ ഈ കുടിയേറ്റ മേഖലയുടെ ഒരു സ്വപ്നം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ ആളുകളും അതിനോട് സഹകരിച്ചു. അതോടൊപ്പം ധീരമായ ഒരു പോരാട്ടമുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കപട പരിസ്ഥിതിവാദികൾ, അതേപോലെ തന്നെ വികസന വിരോധികൾ ഒരു ഭാഗത്ത് കൂടി. അപ്പോൾ ഞങ്ങളിവിടെ സംരക്ഷണ സമിതി തുരങ്ക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏതായാലും അതെല്ലാം ഫലം കണ്ടു. കർശന ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതിന് അനുമതിയും നൽകിയിട്ടുള്ളത്. ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഉത്സവാന്തരീക്ഷമാണ് ഈ നാട്ടിൽ. അത്രയും കാലമായി കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് വൈകിട്ട് നടക്കാൻ പോകുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി.